ഞാൻ പണ്ട് ഈ ഇന്ത്യ വിഷൻ ടി വി ചാനലിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന കാലത്തുള്ള ഒരു അനുഭവത്തിൽ നിന്ന് തുടങ്ങി. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അമേരിക്കൻ സന്ദർശനത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. നരേന്ദ്രമോദി ഇവിടെ നിന്ന് പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം അമേരിക്കയിലുള്ള ഏതോ ഒരു കോടതി, അമേരിക്കൻ ഫെഡറൽ സുപ്രീം കോടതിയല്ല, ഏതെങ്കിലും സംസ്ഥാനത്തെ സുപ്രീം കോടതിയുമല്ല, അമേരിക്കയിലെ ഏതോ ഒരു മുനിസിപ്പൽ കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി, ഏറ്റവും ചെറിയ കോടതി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാറണ്ട് അയച്ചു. അവിടെയുള്ള ഏതോ ഇന്ത്യൻ വംശജൻ, ഈ നരേന്ദ്രമോദി ഗുജറാത്ത് കലാപത്തിലെ പ്രധാന പങ്കാളിയാണ്, ഇയാൾ ഒരു നരാധമനാണെന്ന്, പുള്ളി അമേരിക്ക പോലെ ഒരു പുണ്യഭൂമിയിൽ കാലെടുത്തി ഔട്ടിയാൽ അത് അമേരിക്കക്കാർക്കും അമേരിക്കൻ ഭരണഘടനയ്ക്കും തോമസ് ജെഫേഴ്സൺ മുതൽക്ക് ഇങ്ങോട്ടുള്ള സകല ആളുകൾക്കും അപമാനകരമായിരിക്കും എന്ന് പറഞ്ഞു ഇദ്ദേഹം അമേരിക്കയിൽ കാലെടുത്തി ഔട്ടുന്നത് വിലക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ ഈ പറഞ്ഞ മജിസ്ട്രേറ്റ് കോടതിയിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്തു. ഇത് കണ്ട വഴി കാണാത്ത വഴി മുനിസിപ്പൽ, അദ്ദേഹം ഒരു പരാക്രമിയാണെന്നുള്ളതിൽ ആ ഒരു സംശയമില്ല. പുള്ളി ഒരു നിരോധന കൽപ്പന പുറപ്പെടുവിച്ചു. നരേന്ദ്രമോദി അമേരിക്കയിൽ കാലെടുത്തി ഔട്ടാൻ പാടില്ല, കാലെടുത്തി ഔട്ടിയാൽ പുള്ളിയെ അറസ്റ്റ് ചെയ്യും എന്നാണ് ഉത്തരവ്. ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനായിട്ട് മജിസ്ട്രേറ്റിന് അധികാരമില്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, ഒരു വിദേശ രാഷ്ട്ര തലവനെതിരായിട്ട് മറ്റൊരു രാജ്യത്തെ കോടതിക്ക് ഒരു തരത്തിലുള്ള സിവിലോ ക്രിമിനലോ ആയ നടപടി എടുക്കാൻ പറ്റിയില്ല. നരേന്ദ്രമോദിക്കെതിരായിട്ട് അമേരിക്കയിലോ കാനഡയിലോ ബ്രിട്ടനിലോ ഒരു കോടതിക്കും അധികാരമില്ല. എന്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരികയാണെങ്കിൽ അത് ഇവിടെ ഒന്ന് കുത്തുകേസിൽ പ്രതിയാവുന്നു എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് ഡൽഹി പോലീസിന് രജിസ്റ്റർ ചെയ്യാനോ അവിടുത്തെ ഡൽഹിയിലെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ അല്ലെങ്കിൽ സെഷൻസ് കോടതിയിൽ വിചാരണ ചെയ്യാനോ പറ്റുകയില്ല. കാരണം അതിന് സോവറിൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. വിദേശ രാഷ്ട്ര തലവന്മാർക്ക്, അതുപോലെ അംബാസഡർമാർക്ക്, ഡിപ്ലോമാറ്റിക് എൻവോയ്സിനൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇന്ത്യ വിഷന്റെ ഡെസ്കിലിരുന്ന സഖാവിന് ഇത് മനസ്സിലായില്ല, പുള്ളിക്ക് ഇത് അറിയില്ല. പുള്ളി ഈ വാർത്ത ഇന്റർനെറ്റിൽ കണ്ടപ്പോൾ കോരിത്തെരിച്ചു. ഇവിടെ നിന്ന് പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് ന്യൂയോർക്കിൽ ചെന്നിറങ്ങുന്ന നരേന്ദ്രമോദിയെ അമേരിക്കയിലെ പോലീസുകാർ കയ്യാമോ അണിയിക്കുന്നു, റോഡിൽ കൂടി നടത്തുന്നത്. പുള്ളിയെ ഈ നേരത്തെ പറഞ്ഞ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ ചെയ്യുന്നതൊക്കെ കണ്ട് ഓർത്ത് ഈ ചെറുപ്പക്കാരൻ വളരെ പുളകിതനായി. ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ ഇന്ത്യ വിഷനിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഇപ്പം മറ്റു പല ചാനലുകളിലും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ഒരുപാട് പത്രപ്രവർത്തകരുണ്ട്. അവരിൽ ആരെങ്കിലുമാണ് എന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാൻ ആളുടെ പേര് പറയുകയാണ്, പുള്ളിയോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല. ഏതായാലും ഈ വാർത്ത കണ്ടെത്തിയതും അത് നാട്ടുകാരെ അറിയിച്ച് പുളകിതരാക്കിയതും സാമിർ സലാം എന്ന് പറഞ്ഞ ഒരു യുവ മാധ്യമ പ്രവർത്തകർ, അന്നാണ്ടോ യുവ, ഇപ്പോൾ പുള്ളി ഏതാണ്ട് മധ്യവയസ്കരായി കാണും. സാമിർ സലാമിൻ്റെ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ മറ്റ് ചാനലുകളിൽ ഇരിക്കുന്ന ആളുകളുടെ കണ്ണുകളിപ്പോയി. എന്തൊരു വലിയ അന്വേഷണാത്മക റിപ്പോർട്ട്. ഉടനെ തന്നെ അവരും വച്ചുപിടിച്ചു. ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്തു, അതിൻ്റെ പുറകെ മനോരമ ചാനലും വച്ചുപിടിച്ചു. അന്ന് മാതൃഭൂമി സംപ്രേഷണം തുടങ്ങിയിട്ടുള്ള സംശയമാണ്. ഉണ്ടെങ്കിൽ അവർ ഏറ്റുപിടിച്ചു, കൈരളി ഏറ്റുപിടിച്ചു. സകല ചാനലുകളിലും നരേന്ദ്രമോദിക്ക് അറസ്റ്റ് വാറണ്ട് അമേരിക്കൻ കോടതിയിൽ ഇന്ന് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു, ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഉടനെ കൈവിലങ്ങുമായിട്ട് ഉദ്യോഗസ്ഥർ കാത്തു നിൽക്കുകയായിരിക്കും എന്ന രീതിയിൽ ഭീകരമായ വാർത്താ പ്രളയം ഉണ്ടായി. ഈ വാർത്ത ഇങ്ങനെ അതികഠിനമായിട്ട് കത്തിക്കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ന്യൂസ് റൂമിൽ ചെല്ലുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, പ്രിയ സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിക്കെതിരായിട്ടൊന്നല്ല, ലോകത്ത് ഒരു ഭരണാധികാരിക്കെതിരായിട്ടും മറ്റൊരു വിദേശ രാജ്യത്ത് കേസ് നിലനിൽക്കില്ല. അതിന് സോവറിൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അപ്പോൾ സാമിർ സലാം പറഞ്ഞു, ഞാൻ ഈ പാടുപെട്ട് ഇത്ര വലിയൊരു വാർത്ത കണ്ടുപിടിച്ച് അത് ബ്രേക്ക് ചെയ്തു എന്ന് മാത്രമല്ല മറ്റ് ചാനലുകാരെ ഏറ്റുപിടിച്ചു. ഇനിയിപ്പോൾ ഈ വാർത്തയിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഇനിയിപ്പോൾ ഇന്ത്യ വിഷന്റെ ഒരു ബൗദ്ധിക സ്വത്തായിട്ട് ഇത് മാറും. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഏതായാലും നരേന്ദ്രമോദി അവിടെ ചെല്ലുമ്പോൾ ആളുകൾ അറസ്റ്റ് വാറണ്ടുമായിട്ടല്ല കൈവലങ്ങളുമായിട്ട് കാത്തു നിൽക്കുകയായിരിക്കുമല്ലോ. പുള്ളി എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്നും എങ്ങനെയായിരിക്കും ഇങ്ങോട്ട് വരണമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ മുൻസിപ്പിന്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയില്ല. ഏതായാലും പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും കേട്ടില്ല. സാമിർ സലാമോ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എനിക്കറിയില്ല. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ മാപ്രകളുടെ ഒരു ബുദ്ധി നിലവാരം അല്ലെങ്കിൽ ലോക വിവരത്തെക്കുറിച്ച് അവർക്കുള്ളൊരു ധാരണ എന്തുമാത്രം ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. കഴിഞ്ഞ ദിവസം MA ഷഹനാസ് എന്ന് പറഞ്ഞ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു മാന്യ വനിത, അവരെ സംബന്ധിച്ച ഒരു വാർത്ത, ഇവർക്കെതിരായിട്ട് VR സുധീഷ് എന്ന് പറഞ്ഞൊരു കഥാകൃത്ത് കോഴിക്കോട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് കൊടുത്ത്, ക്രിമിനൽ മാനനഷ്ട കേസ്.
അവരും അവരുടെ അഭിഭാഷകനും ഹാജരാകാൻ തുടർന്നായിരിക്കണം മജിസ്ട്രേറ്റ് ഇവർക്ക് വാറണ്ട് പുറപ്പെടുവിക്കും. അത് ബെയിലബിൾ വാറണ്ട് അല്ല, നോൺ ബെയിലബിൾ വാറണ്ടാണ്. മിക്കവാറും ബെയിലബിൾ വാറണ്ട് അയച്ചതും ഷഹനാസ് അവർക്ക് ഒന്നുകിൽ കിട്ടിക്കാലില്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ ഹാജരായില്ല, അതുകൊണ്ട് നോൺ ബെയിലബിൾ വാറണ്ട് കിട്ടും. നോൺ ബെയിലബിൾ വാറണ്ട് എന്ന് വെച്ചാൽ അതിനകത്ത് ജാമ്യമില്ലാത്ത വാറണ്ട് എന്നൊന്നുമല്ല. ഈ വാറണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ആ ദിവസമോ അടുത്ത ദിവസമോ ഒരു വക്കീൽ വഴിക്ക് കോടതിയിൽ ഹാജരായി ഒരു അപേക്ഷ കൊടുത്താൽ വാറണ്ട് റീകോൾ ചെയ്യാനുള്ള പെറ്റീഷൻ, വാറണ്ട് റീകോൾ ചെയ്യാൻ പെറ്റീഷൻ കൊടുത്താൽ തീരുന്ന കാര്യമുള്ളൂ. പക്ഷേ ഈ എം എ ഷഹനാസിന് ജാമ്യമില്ലാത്ത വാറണ്ട് എന്ന് കേട്ട വഴി നമ്മുടെ നാട്ടിലെ മാപ്രകൾ മൊത്തത്തിൽ കോരിത്തിരിച്ചു. അതിൽ രാഹുൽ മാങ്കൂട്ടം അസോസിയേഷനിൽപ്പെട്ട ആളുകളും രാഹുൽ ഫാൻസ് അസോസിയേഷൻകാരും ഷാഫി മാഫിയയിൽപ്പെട്ട ആളുകളൊക്കെ പ്രത്യേകിച്ചു അവർക്ക് വലിയ സന്തോഷമായി. കാരണം ഷഹനാസിനെ ജയിലിൽ അയക്കണം എന്നുള്ള ഇവരുടെ വലിയൊരു ആഗ്രഹമാണ്. ഉടനെ തന്നെ വാർത്ത അടിച്ചുവിടുകയാണ്, എം എ ഷഹനാസിന് ജാമ്യമില്ലാത്ത വാറണ്ട്. അതിൻ്റെ അടിയിൽ വന്നിട്ട് രാഹുൽ ഫാൻസിന്റെ ഭയങ്കരമായ പൊങ്കാല. ഷഹനാസിന് ഇത് തന്നെ വേണം. പാവപ്പെട്ട ചെറുപ്പക്കാരെ കുഴിയിലിറക്കാൻ നടക്കുന്ന പുംചിരി, നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ കാച്ച്. ഇവരൊക്കെ വിചാരിച്ചത് ഷഹനാസിനെ പോലീസ് വീട് വളഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ട് ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, കയ്യാമം വെച്ച് നടുറോട്ടിൽ കൂടി നടത്തും. നമ്മുടെ സാമിർ സലാം നരേന്ദ്രമോദിയെ നടത്തുന്ന സ്വപ്നം കണ്ട പോലെ ഇവരൊക്കെ സ്വപ്നം കാണുകയും ഇപ്പം തന്നെ ഷഹനാസിന്റെ മൈഷീട്ട് മൂക്കിൽ വലിക്കും എന്ന് കരുതി സന്തോഷിക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? ഷഹനാസ് അടുത്ത ദിവസം കോടതിയിൽ പോയി ഹാജരായി. കോടതി അവരുടെ ജാമ്യം പുതുക്കി കൊടുത്തു, പ്രശ്നം തീർന്നു. ആ വാർത്ത ഏതെങ്കിലും ചാനലിൽ നിങ്ങൾ കണ്ടോ? ഇല്ല. പത്രത്തിൽ കണ്ടോ? മിക്കവാറും ഒരു പത്രത്തിലും വന്നില്ല. കാരണം അതിലൊരു വാർത്താ പ്രാധാന്യമില്ല. ഈ വാറണ്ട് റീകോൾ ചെയ്യുന്ന സാധാരണ സംഭവമാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞത് ഈ മാപ്പറകളുടെ ബുദ്ധി നിലവാരത്തെക്കുറിച്ചാണ്. ഇതുപോലെ ഒരു സംഭവം കൂടി ഉണ്ട്, അത് കുറച്ച് ദുരുദ്ദേശ പ്രേരിതം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പാലത്തായി പീഡന കേസിലെ പപ്പൻ മാഷിനെ ഓർമ്മിക്കുക. പപ്പൻ മാഷിന്റെ സഹോദരി മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് ലീവ് അനുവദിച്ച ലീവാണ്, പരോളല്ല. പരോൾ അനുവദിക്കാൻ പറ്റില്ല, കാരണം അറസ്റ്റ് ചെയ്തിട്ട് അധികം ദിവസമായിട്ടില്ല. കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് ലീവ് അനുവദിച്ചു. സഹോദരിയുടെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞു. പോകേണ്ട സമയത്ത് അദ്ദേഹം ഓരോ അപേക്ഷകൾ കൊടുത്തു. ഇതും പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്. ഒരപേക്ഷകൾ കൊടുത്ത് അദ്ദേഹത്തിന്റെ ലീവ് ജയിൽ അധികൃതർ നീട്ടിക്കൊടുത്തു. ഈ വിവരം അറിഞ്ഞ ഉടനെ നമ്മുടെ മൗദൂദി ചാനൽ ബ്രേക്ക് ചെയ്തു. പപ്പൻ മാഷിന് പരോളല്ല, ലീവാണ് കൊടുത്തത്. പക്ഷേ പരോൾ എന്തൊരു കരുതൽ! പപ്പൻ മാഷിനെ കുരിശിൽ തറക്കണം. അപ്പോഴത്തേക്ക് മറ്റു ചാനലുകളെ ഏറ്റുപിടിച്ചു, പപ്പൻ മാഷിന്റെ ചട്ടം ലംഘിച്ച് പരോൾ. അപ്പോൾ പപ്പൻ മാഷ് അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുപ്പുള്ള ആളുകൾ ഇതിന്റെ ഉത്തരവെടുത്ത് കാണിച്ചു കൊടുത്തു, ലീവാണ് കൊടുത്തത്. അത് കഴിഞ്ഞാൽ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകണം. പരോളല്ല കൊടുത്തത്, പരോൾ കൊടുക്കാൻ പറ്റിയേ. അപ്പോൾ മറ്റ് ചാനലുകാരൊക്കെ പതുക്കെ ന്യൂട്രലി പിൻവലിക്കും. പക്ഷേ മീഡിയ വണ്ണിനെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ലോ. അവരെ സംബന്ധിച്ചുള്ള ഇത് സംഘപരിവാറും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയാണ്. അപ്പോൾ തന്നെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറഞ്ഞു ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസ്. അതും കൂടാതെ ദാവൂദ് തന്നെ നേരിട്ട് പങ്കെടുത്ത അതിഗംഭീരമായ അടുപ്പൂട്ടി ചർച്ചയുണ്ട്. മറ്റെല്ലാ ചാനലുകാരും മാളത്തിൽ ഒളിച്ചതിന് ശേഷവും ഈ മഴ തോർത്താലും മരം പെയ്യും എന്ന് പറഞ്ഞ പോലെ മൗദൂദി ചാനലിങ്ങനെ പെയ്തോട്ടേ ഇരിക്കുകയാണ്. അവരുടെ അസുഖം വേറെയാണ്. മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് പല കലാപരിപാടികളുമാണെന്നുള്ളതുകൊണ്ട് ദാവൂദിനെ പോലെയുള്ള വിഷജന്തുക്കൾ ഇതും ഇതിന്റെ അപ്പുറവും പറയും എന്നുള്ളതുകൊണ്ട് അതിലൊന്നും നമുക്ക് അത്ഭുതം കാണേണ്ടതില്ല. ഞാൻ പറഞ്ഞത് മൗദൂദി ചാനലിനെ കുറിച്ചല്ല. ഈ മൗദൂദിയിൽ വന്ന വാർത്ത വിശ്വസിച്ച് അത് ഏറ്റുപിടിച്ച മറ്റ് ചാനലുകാരുണ്ട്, അവരുടെ കാര്യമാണ്. ഈ മാപ്പറകളെ പടച്ചോൻ തന്നെ കാക്കട്ടെ എന്ന് മാത്രമേ ഈ കാലത്ത് നേരം നിങ്ങളോട് എനിക്ക് പറയാം.